സെലൻസ്കി ഇന്ത്യയോട് ഉടക്കാൻ നിൽക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ശരിക്കും ഒരു ഉടക്കിൻ്റെ ആവശ്യമുണ്ടോ? എന്താ പരിഭവത്തിന് കാര്യം? പരിഭവത്തിന് കാര്യം മറ്റൊന്നുമല്ല. ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ത്യ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല എന്നുള്ളതല്ല, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അതിൽ പോയി ഒരു ഭാഗത്തു നിന്ന് മാത്രം ഊതിപ്പെരുപ്പിച്ച് കാര്യം കാണാൻ ശ്രമിക്കുന്ന ഒരു നിലപാട് അത് ഇന്ത്യക്കില്ല. ഇപ്പോൾ ഈ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്തിയല്ലോ. അപ്പോൾ മൂപ്പര് കൈയടിച്ച് പറഞ്ഞിരിക്കുകയാണ്, ആഹാ വളരെ നല്ല തീരുമാനമാണ് ആശാനെ എന്ന് ട്രംപിനോട് പറഞ്ഞിരിക്കുകയാണ്. ട്രംപുമായിട്ട് ചേർന്നിട്ടും ഈ ഒരു ട്രംപും പുടിനും തമ്മിൽ ഈ വിഷയം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി സംസാരം നടക്കുമ്പോഴും ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയമൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോണം അറിയാം, ഇനി എനിക്ക് ഇതിൽ കൂടുതൽ കാലുപിടിക്കാനൊന്നും പറ്റില്ല പുടിൻ്റെ. അപ്പോൾ നിങ്ങളൊരു തീർപ്പിലെത്തണം. അവർ പറയുന്ന സ്ഥലങ്ങൾ, അതായത് ഏതാണ്ട് റഷ്യ പിടിച്ചെടുത്ത പ്രദേശം ഉൾപ്പെടെ 5ഓളം പ്രദേശങ്ങൾ ഇവർ വിട്ടുകൊടുക്കേണ്ടി വരും എന്നുള്ള നിലയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെലൻസ്കി അവിടെ വട്ട ഉടക്കി, അതൊന്നും നടപടിയാവില്ല, ഞാനിവിടെ രാജാവായിട്ടിരിക്കുമ്പോൾ എൻ്റെ ഇഷ്ടമില്ലാതെ ഈ കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയും യുക്രൈനും തമ്മിൽ, ആക്ച്വലി ട്രംപും സെലൻസ്കിയും തമ്മിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അങ്ങോട്ടേക്ക് റഷ്യ നടത്തിയിട്ടുള്ളത്, തിരിച്ച് ഇങ്ങോട്ട് യുക്രൈൻ നടത്തിയിട്ടുള്ളത്. ഇനി വരുന്ന ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാൻ യുക്രൈന് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുമ്പോഴാണ് പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് സെലൻസ്കി വരുന്നത്. അതാകട്ടെ ട്രംപിനെ വേണ്ടുവോളം സുഖിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം യുക്രൈൻ ഒരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടാകും, അല്ലെങ്കിൽ സെലൻസ്കി തിരിച്ചറിയുന്നുണ്ടാകാം, ഇനി വരുന്ന ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാൻ പോകുന്ന ഇതൊന്നും നമ്മുടെ കയ്യിലില്ല, പടക്കോപ്പ് ഒന്നും നമ്മുടെ കയ്യിലില്ല, എല്ലാം തവിടുപൊടിയാകും. ഏതാണ്ട് യുക്രൈനിലുള്ള ആളുകൾ പോലും ഈ ഒരു യുദ്ധം വേണ്ട, ഇത് പൂർണ്ണമായിട്ടും ഞങ്ങൾ റഷ്യയോട് ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന മനോനിലയുള്ളവരാണ്. പക്ഷേ സെലൻസ്കിയുടെ സ്വാർത്ഥ താല്പര്യമാണ് ഇവിടെ ഇത്രയും വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രസിഡൻഷ്യൽ കാലാവധി കഴിഞ്ഞിട്ടും ഈ ഒരു യുദ്ധത്തിൻ്റെ പിന്നാമ്പുറം പിടിച്ചുകൊണ്ട് പ്രസിഡന്റ് പദവിയിൽ നിൽക്കുന്ന ഒരാളാണ് സെലൻസ്കി. മാത്രമല്ല, ആവോളം വേണ്ടതൊക്കെയും ഈ ഒരു യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞിട്ടായാലും ഉണ്ടാക്കുകയും സമ്പാദിക്കുകയും നിക്ഷേപങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും സെലൻസ്കിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു ചെറിയ ഭൂപ്രദേശം മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ഇനി നടക്കാത്ത ഒരു ആഗ്രഹത്തിന് വേണ്ടി ജനങ്ങളുടെ ജീവനെ ബലി കൊടുക്കാൻ നിൽക്കുമോ ഒരു പ്രസിഡന്റ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്താണ് അമേരിക്കയുടെ സഹായം തങ്ങൾക്ക് വേണ്ടി വരുമെന്നുള്ള ഒരു ചിന്ത സെലൻസ്കിക്ക് ഒരുപക്ഷെ തലയിലൂടെ ഓടുന്നത്, അതായത് വെള്ളി വെളിച്ചം വീഴുന്നത് അപ്പോഴായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം. മാത്രമല്ല, സെലൻസ്കി 2-3 തവണ പറയുന്നുണ്ട് ഇന്ത്യ ഇടപെടണം, ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. ഇന്ത്യ ഇടപെടണം എന്ന് പറയുമ്പോൾ ഇന്ത്യക്കും പറയാൻ മറ്റൊന്നുമില്ല, നിങ്ങൾ പരസ്പരം ആലോചിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു നെഗോസിയേഷനൊക്കെ പരസ്പരം നടത്തി യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ഒരു ചെറിയ സ്ട്രൈക്ക് കൊടുത്തല്ലോ പാകിസ്ഥാന്, പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്തു. 4 ദിവസം കൊണ്ട് പൂട്ടിക്കെട്ടി അകത്ത് വെച്ചു. സിന്ദൂർ തീർന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്, ഇനിയും തലപൊക്കിയിട്ടുണ്ടെങ്കിൽ കൊണ്ടേ പോകുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 3 വർഷമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നാട് ഒന്നാകെ ഇല്ലാണ്ടായി തുടങ്ങി എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പോൾ ഇപ്പോൾ പറയുന്ന ഈ ഒരു കാര്യം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കെതിരെ ട്രംപ് എടുത്തിട്ടുള്ള തീരുമാനം ശരിയാണ് എന്നുള്ളതാണ്. ആ ഒരു പ്രതികരണമാണ് വന്നത്. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധത്തിന് ട്രംപ് ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സെലൻസ്കിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. BBC-ക്കാണ് ഈ ഒരു അഭിമുഖം സെലൻസ്കി നൽകിയിട്ടുള്ളത്. അപ്പോൾ റഷ്യയുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്തിയത് ശരിയായ തീരുമാനമാണ്. സെലൻസ്കി അങ്ങനെയാണ് പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുണ്ടായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം. അപ്പോൾ കൃത്യമായിട്ടും ഇന്ത്യക്ക് നേരെ തന്നെയുള്ള ഒരു മറുപടിയാണ് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. റഷ്യ കുറച്ചുകൂടി കിഴിവിൽ എണ്ണ തരാമെന്ന് ഇന്ത്യയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്.
ഈ യുക്രൈനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്ന റഷ്യ കൂടുതൽ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സംരക്ഷിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം ട്രംപും അവിടെ അത്ര വെടിപ്പായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല സെലൻസ്കിയെ സംരക്ഷിച്ചു പോരുന്നത്. ട്രംപിന് അവിടെ പല മേഖലകളിലും താല്പര്യമുണ്ട്. അത് അമേരിക്കയുടെ താല്പര്യം കൂടിയാണ്. അമേരിക്കയുടെ താല്പര്യം ഉണ്ടാവും, ട്രംപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള പല ധാതു നിക്ഷേപങ്ങളും ഒക്കെ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ഏർപ്പെടുന്നത്. പക്ഷേ അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഡീലിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് സെലൻസ്കി പൂർണ്ണമായിട്ടും ഒരു വശംവദനാവുകയാണ്, ട്രംപിന് അടിമപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നാട് രക്ഷപ്പെട്ടില്ലെങ്കിലും സെലൻസ്കി രക്ഷപ്പെടും. സെലൻസ്കി ഇപ്പോൾ തന്നെ രക്ഷപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സെലൻസ്കിയുടെ നിലപാട് മാറ്റം എന്ന് പറയുന്നത് ഏതാണ്ട് ട്രംപിനെ കണ്ടുപഠിക്കുകയാണോ എന്നുള്ളതാണ്. ഇന്ന് പറയുന്നത് നാളെ പറയില്ല, നാളെ പറയുന്നത് പിന്നെ പറയില്ല, പിന്നെ ഒന്നും പറയുന്നത് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. നമ്മൾ ട്രംപിനെ കണക്ക് കൂട്ടുന്നതും അങ്ങനെയാണ്. ട്രംപിനെ പിരാന്താണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെയും. ഇപ്പോൾ അധിക തീരുവ ചുമത്താൻ പോകുന്നു, കൂടുതൽ അധിക തീരുവ ചുമത്താൻ പോകുന്നു എന്നുള്ളത് ഇപ്പം തന്നെ ഏതാണ്ട് അടിച്ച് കൈ തന്നിട്ടുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ്, നമുക്കതിന് വേണ്ടുന്ന വഴികൾ നമ്മൾ തേടുകയും കണ്ടെത്തുകയും കൂടി ചെയ്തത് കൊണ്ടാണ് അതിനെ നമ്മൾ വകവയ്ക്കാതിരിക്കുന്നത്. എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയും ശ്രമം തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം സെലൻസ്കിയുമായിട്ട് പ്രധാനമന്ത്രി മോദി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവർ പറയുന്ന പോലെ ട്രംപ് ഇടപെടുന്നത് പോലെ, കാരണം മോദിക്ക് നോബൽ പ്രൈസ് ഒന്നും അല്ലല്ലോ ആഗ്രഹം. മോദിയുടെ തീരുമാനം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ എന്താ പറയുക കുതിപ്പാണ്. അതിലേക്ക് അദ്ദേഹം വന്നത് മുതൽ പ്രവർത്തിക്കുന്നുണ്ട്, അതിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നൊബേൽ പ്രൈസ് മുന്നിൽ കണ്ടുകൊണ്ട് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ തീപ്പൊരി കൂട്ടി തീ കത്തിച്ച് അത് കണ്ട് രസിച്ച് ഒടുവിൽ നൊബേൽ ഇത് കിടത്താൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ട് ഞാനാണ് ഇത് അണച്ചത് എന്ന് പറയുന്ന ഒരു നടപടിക്രമം എന്തായാലും മോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അത് മോദിയുടെ എന്നല്ല, ഒരു എന്താ പറയുക, ഇന്ത്യയുടെ രീതി അതല്ല. ഇന്ത്യ പിന്തുടരുന്നത് അത്തരത്തിലുള്ള ഒരു സംസ്കാരമല്ല. ഈ സംസ്കാര ശൂന്യന്മാരാണ് ഇത്തരത്തിൽ നടുക്ക് നിന്ന് കത്തിച്ചിട്ട് മാറി നിന്ന് കൈയടിക്കുകയും അതിൻ്റെ ലാഭം കൊയ്യാനൊക്കെ നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സെലൻസ്കിക്ക് ഇപ്പോൾ വേണ്ടി വരുന്നത് ഈ പറയുന്ന തരത്തിൽ ഒരു എന്താ പറയുക, അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള, അതായത് ഭൂപ്രദേശങ്ങൾ കൈവിട്ടു പോകാതെ ഇപ്പോൾ കൈവശം ഇരിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെങ്കിലും കയ്യിലിരിക്കണം, അത് വെച്ചൊരു കച്ചവടം നടത്തണം എന്നതായിരിക്കാം ഈ പറയുന്ന സെലൻസ്കിയുടെ കാര്യം. ഇനി സെലൻസ്കിക്ക് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം വല്ല ഇടിവോ സമ്പത്തിലൊക്കെ ഇടിവോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സെലൻസ്കിയുടെ ഒരു ഔദ്യോഗിക ശമ്പളം എന്ന് പറയുന്നത് ഏതാണ്ട് $930 US ഡോളറാണ്. ഇത് പ്രതിവർഷം 11,000-ൽ കൂടുതൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ റോയൽറ്റിയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാനങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ വലിയ ഒരു എമൗണ്ട് ഇതല്ലാതെ വരുന്നുണ്ട്. അതല്ലാതെ പുറമേക്ക് നടത്തുന്ന കച്ചവടത്തിൻ്റെ ഷെയറും പങ്കും റിയൽ എസ്റ്റേറ്റും ഒക്കെ ഉൾപ്പെടെയുള്ള കൊമേഡിയനായി വന്നതാണ്. പക്ഷേ ഒരു കൊമേഡിയനിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ ഭരണത്തലവനായപ്പോഴേക്കും റിയൽ എസ്റ്റേറ്റ് മുതലാളിയായി, നിർമ്മാണ കമ്പനികൾ വന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത്? ഇത് പല ഡീലിങ്ങുകളും നടത്തുന്നത് കൊണ്ടാണല്ലോ ഇതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്. ഈ 2020 സെലൻസ്കിയുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രസ്താവന, അതായത് കൊടുക്കുന്ന ഡോക്യുമെൻ്റ് പ്രകാരം ഏതാണ്ട് $6,23,000 സമ്പാദിച്ചു എന്നാണ് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഭാര്യ ഒലീന സെലൻസ്കിയുടെ റിയൽ എസ്റ്റേറ്റ് വിൽപ്പനയിൽ നിന്നും കാർട്ടലിൻ്റെ 95 റോയൽറ്റികളിൽ നിന്നുമാണ് ലഭിച്ചത് എന്നാണ് പറയുന്നത്. 2022 റഷ്യയുടെ അധിനിവേശത്തിനു ശേഷം ഒരു പക്ഷേ കുറഞ്ഞിരിക്കാമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ മറ്റ് രാജ്യങ്ങൾ സഹായിക്കാൻ എത്തുന്ന രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കും, യുദ്ധോപകരണങ്ങൾ നൽകിയും സഹായിക്കും. ഈ ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തിൻ്റെ എല്ലാ വിഹിതവും ഈ യുദ്ധത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ യുദ്ധത്തിൽ പരിക്കേറ്റവർക്ക് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവർക്ക്, അവരുടെ നാടിന് വേണ്ടി ജീവത്യാഗം നടത്തിയവർക്കൊക്കെ വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ആരും ഇതുവരെ ചിന്തിക്കുന്നില്ല. കാരണം ആ രാജ്യം മൊത്തം കലുഷിതമാണ്.
ആ കലുഷിതമായ രാജ്യത്ത് ഇതൊന്നും അന്വേഷിക്കാനായിട്ട് ആർക്കും കഴിയില്ല. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സെലൻസ്കി ഇന്ത്യക്കിട്ട ഒരു പണിയും കൂടി വെച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇതിനെ കാര്യമായിട്ട് എടുക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. അങ്ങനെ സെലൻസ്കി എന്തെല്ലാം പറയും, സെലൻസ്കി എവിടെയാണ് നിൽക്കുന്നത്, മോദി എവിടെയാണ് നിൽക്കുന്നത്, സെലൻസ്കിയുടെ നിലപാട് എവിടെയാണ് നിൽക്കുന്നത്, മോദിയുടെ നിലപാട് എവിടെയാണ്, ഈ രണ്ട് രാജ്യങ്ങളുടെയും സാമ്പത്തികമായിട്ടുള്ള സുരക്ഷ പോലും എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് വിലയിരുത്തി അതനുസരിച്ച് മാത്രമേ ഒരു തിരിച്ചുള്ള മറുപടി നമ്മുടെ രാജ്യത്ത് നിന്ന് ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.